എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മസൂർ ദാൽ ദോശയാണ്. ഉഴുന്ന് ചേർക്കാതെ അതിന് പകരമായിട്ട് നമുക്ക് ചുവന്ന പരിപ്പ് ചേർത്തിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് പച്ചരിക്ക് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചുവന്ന പരിപ്പ് മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ വേണം. ഉലുവ കൂടി പോവണ്ട, 1 ടീസ്പൂൺ മതി. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കുക. ഒരു 5 മുതൽ 6 മണിക്കൂറോളം നമുക്ക് കുതിർത്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ഈ ഒരു അരിയും പരിപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചോറും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ്സിന് അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിത് നമ്മുടെ നെയ് റോസ്റ്റ് പോലെ ചെയ്യുന്നതിനെ കൊണ്ടാണ് 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. അതൊന്ന് പൊങ്ങി വരട്ടെ. അപ്പോൾ ഒരു 8 മണിക്കൂർ നമുക്കത് കാത്തിരിക്കാം, അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഞാനിത് വൈകുന്നേരമാണ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും മാവിന് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പാകം. ഇനി ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെള്ളം മാവിന് കട്ടി കൂടുതലാണെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കിത് പാകമായിരുന്നു, മാവിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനിനി ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഞാനത് നന്നായിട്ടൊന്ന് എണ്ണ ഫസ്റ്റ് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് സാദാ ദോശ ചുട്ടെടുക്കുക. ഞാനിവിടെ നെയ് റോസ്റ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മീതെ നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കണം. ഞാൻ നെയ്യും അതുപോലെ നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് അതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണോ എടുക്കുന്നത്, വെളിച്ചെണ്ണയാണെങ്കിൽ അതെടുക്കാം, പിന്നെ എണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെ, നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ എണ്ണ ചേർത്ത് കൊടുത്ത് തിരിച്ചിട്ടിട്ട് സാധാരണ എങ്ങനെയാണോ ദോശ ഉണ്ടാക്കുന്നത് അതുപോലെ എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് തേങ്ങയും കുറച്ച് ഇഞ്ചിയും പിന്നെ പച്ചമുളക്, കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ കുറച്ച് ചെറിയുള്ളി, കൂടെ തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ചട്നി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് താളിക്കൽ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് താളിച്ച് ഒഴിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ചട്നി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏത് ചട്നി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ചട്നിയാണ് ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. നേരിട്ട് ഇതേപോലെ തന്നെ എല്ലാ മാവും ഒഴിച്ച് ദോശ ചുട്ടെടുക്കുകയാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ട് ദോശ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേർക്കുന്ന ചോറിൻ്റെ അളവുണ്ടല്ലോ, അത് ഈ 1/2 ഗ്ലാസ് എടുക്കുന്നതിന് പകരം 3/4 ഗ്ലാസോളം എടുത്തിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് തട്ട് ദോശ കിട്ടും ചെയ്യും. അപ്പോൾ ഇതൊരു നെയ് റോസ്റ്റിൻ്റെ രീതിയിലാണ് ഈ ഒരു ദോശ ഉണ്ടാവുന്നത്. പിന്നെ ഈ ഒരു ദോശ ഇതിൽ നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നില്ലല്ലോ, പരിപ്പല്ലേ, മസൂർ ദാലല്ലേ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉഴുന്ന് കഴിക്കാൻ പാടില്ലാത്തവരുണ്ടാവും. അവർക്ക് നല്ലൊരു ദോശയാണ് കേട്ടോ അത്. ധൈര്യമായിട്ട് കഴിക്കാം. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു തുള്ളി പോലും ഉഴുന്ന് ആവശ്യമല്ലാതെ, പക്ഷേ അതേ രുചി തന്നെ നമ്മൾ ഉഴുന്നിട്ടിട്ടുള്ള എങ്ങനെയാണോ ദോശ ഉണ്ടാക്കുന്നത് ഏതാണ്ട് അതേ ആ ഒരു ടേസ്റ്റ് തന്നെ ഉള്ളൂ. ഈ ഒരു പരിപ്പിൻ്റെ ചെറിയൊരു ടേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറൈറ്റി ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. അപ്പോൾ ഇത് നമുക്ക് മസാല ദോശയായിട്ട് അതിൻ്റെ ഒരു ബേസായിട്ടും ഈ ഒരു ദോശനെ എടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.